ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിലെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ആ ഒരു വീക്ക്ലി റിപ്പോർട്ട്സ് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച 3 സ്റ്റോക്സുകളാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്: ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ബിർള കോർപ്പറേഷൻ, നെൽകാസ്റ്റ്. അത് നമുക്ക് ഓരോ സ്റ്റോക്സുകളായിട്ട് നോക്കാം. അപ്പോൾ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ബൈ പറയുന്നത് 6600 6700 ലെവലിലാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്കൗട്ട് ആണ്. അതുപോലെ നല്ല വോളിയത്തിലാണ് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോൾ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 7525 സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 6190 ആണ്. ഇനി ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1.9x ആണ്. അപ്പോൾ നമുക്കിത് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ബൈ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. 6600 6700. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഒരു വോളിയത്തിലാണ് ഇവിടെ ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റോക്സ് വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലെവലിലേക്ക് വരാണെങ്കിൽ ബൈ പറയുന്നത്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 7525 ആണ്. ഈ ഒരു ലെവലാണ് ടാർഗറ്റ് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 6190 ആണ്. അപ്പോൾ ഇതാണ് ബ്ലൂ ഡാർട്ട് എക്സ്പ്രസിൻ്റെ ടെക്നിക്കൽ ലെവൽ. ഇനി ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ ഒരു സ്റ്റോക്സ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് മാർക്കറ്റ് ലീഡർഷിപ്പ് ഉണ്ട്, ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ട്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ട്, സ്റ്റേബിൾ ഓണർഷിപ്പ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് വിത്ത് DHL എക്സ്പ്രസ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ലെവൽസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബിർള കോർപ്പറേഷൻ ആണ്. അപ്പോൾ ബിർള കോർപ്പറേഷൻ 1575 ലെവൽസിന് മുകളിലാണ് ബൈ പറയുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് സ്ട്രോങ് റിവേഴ്സൽ ഫ്രം ഇറ്റ്സ് അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ, അതുപോലെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാർട്ടിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് തിരിച്ച് കയറാണ്. ഇനി ഇതിൽ ബൈ പറയുന്നത് 1575 മുകളിലാണ്. അപ്പോൾ ഈ ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1370 ആണ്. അപ്പോൾ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 1370 സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്. ടാർഗറ്റ് പറയുന്നത് 2035 ആണ്. ഓക്കെ, അപ്പോൾ 2035 ടാർഗറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 2.2x ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ബിർള കോർപ്പറേഷൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിർള കോർപ്പറേഷൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, അതുപോലെ സ്ട്രോങ് ബ്രാൻഡ് ഓഫറിംഗ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, നല്ല ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ട്, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നമ്മൾ വാച്ച് ചെയ്യാവുന്നതാണ്. 1575 മുകളിലാണ് ബൈ പറയുന്നത്. അടുത്തത് നെൽകാസ്റ്റ് ആണ്. അപ്പോൾ നെൽകാസ്റ്റ് ബൈ പറയുന്നത് 166 മുകളിലാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നല്ല വോളിയത്തിൽ. അതുപോലെ സൂപ്പർ ട്രെൻഡും സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്, സ്ട്രോങ് അപ്പ് ട്രെൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെൽകാസ്റ്റിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡിൽ ഇവിടെ ബ്രേക്കൗട്ട് നടത്തി. ഇനി ബൈ പറയുന്നത് 166 മുകളിലാണ്. അപ്പോൾ 166 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 148 ആണ്. ഓക്കെ, 148 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 205 ആണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ഈ 166 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽ. ഇനി നമുക്ക് നെൽകാസ്റ്റ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം.
അപ്പോൾ നെൽകാസ്റ്റ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് പോർട്ട്ഫോളിയോ, മാർക്കറ്റ് പ്രസൻസ്, അതിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി നല്ലതാണ്, നല്ല പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്, അതുപോലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ നെൽകാസ്റ്റ് ഫണ്ടമെൻ്റലിയും സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്സിൻ്റെ ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച നമുക്ക് സ്റ്റോക്ക് എഡ്ജ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ഞാൻ 3 സ്റ്റോക്സുകൾ വേറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അശോക് ലൈലാൻഡ് ആണ്. അപ്പോൾ അശോക് ലൈലാൻഡ് 2018 ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ആ ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണ്. അപ്പോൾ ഒരു പുതിയ ഹൈ എടുത്ത് പോകാൻ ചാൻസ് കാണുന്നുണ്ട് അശോക് ലൈലാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2017 ഹൈ ആണ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്നത്. ആ ബ്രേക്കൗട്ടാണ് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്കത് ഫണ്ടമെൻ്റലി ചെക്ക് ചെയ്യാം. അപ്പോൾ അശോക് ലൈലാൻഡ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാർക്കറ്റ് ലീഡർഷിപ്പ് ഉണ്ട്, അതുപോലെ ഡൈവേഴ്സിഫൈഡ് പ്രസൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നല്ലതാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, നല്ല രീതിയിലുള്ള പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു അശോക് ലൈലാൻഡ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അത് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് TRF ആണ്. അപ്പോൾ TRF നമുക്കിവിടെ കാണാൻ സാധിക്കും 2015 ഹൈ ഇതായിരുന്നു. ആ ഹൈയുടെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിയിരിക്കാം, അതല്ലെങ്കിൽ ഇവിടെ തന്നെ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ലെവൽ എന്ന് പറയുന്നത് 1158 ലെവലൊക്കെയാണ്. അപ്പോൾ ഇതും TRF എന്നുള്ളതൊന്ന് വാച്ച് ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ TRFൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ TRF ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് നല്ലതാണ്, നല്ല രീതിയിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ഓപ്പറേഷൻ മാർജിൻ നല്ലതാണ്, ബുക്ക് വാല്യൂ ഉണ്ട്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, റിസർവ്സ്, ഡൈവേഴ്സ് ബിസിനസ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ TRF ലിമിറ്റഡ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകണമെന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അതായത് 2015 ഹൈ ഇവിടെ ബ്രേക്കൗട്ട് നടന്നു, നല്ല രീതിയിൽ വോളിയത്തിലാണ് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ റീടെസ്റ്റ് തിരിച്ച് കയറാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ വാച്ച് ചെയ്തേക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് DB ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊരു ഇവിടുത്തെ 2012 വന്നിരിക്കുന്ന ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 116 ഇതിൻ്റെ ഓൾ ടൈം ഹൈ കാണിക്കുന്നത്. അപ്പോൾ ആ ലെവലൊക്കെ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ROCയും ROE നല്ലതാണ്, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, റിസർവ്സ് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റബിൾ ബിസിനസ് മോഡൽ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ DB ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അതുപോലെ ഇവിടെ നല്ലൊരു രീതിയിൽ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് ഈ ആഴ്ച സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.